കളച്ചാർമാദിക്കാൻ പറ്റിയ സമയം. പുല്ലില്ലേ റാഗി, അതുകൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണേ. നമ്മുടെ വീഡിയോ കാണണം. അച്ഛനോട് പറയും വീഡിയോ കാണണം പറയും. സരിതര അഭിഷ്ടപ്രകാരം അമ്മ അതിലൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചാണ് നടന്നത്. വെളിച്ചെണ്ണയ്ക്ക് എനിക്ക് വന്നിരുന്നല്ല അച്ചാച്ച എടുത്തുകൊണ്ട് വന്നിരുത്തിയതാണ്. കല്യാണരാമനില് ഇന്നസെന്റ് നടന്ന പോലെ വരൂ കാവ്യദേവതേ. മനോഹരമായ കാലാവസ്ഥ. ഈ സമയത്ത് കളച്ചാർമാദിക്കാൻ പറ്റിയ സമയം. നല്ല കാറ്റ്. കുറേ ദിവസത്തിന് ശേഷം എന്താ പറയുക, ഇവിടേക്കൊക്കെ വരുമ്പോഴേ നമുക്ക് വരുന്ന എനർജി ഇല്ല. കാലത്ത് ചുട്ട കളിയായിരുന്നു കേട്ടാ. ഈ സാധനങ്ങൾക്കൊക്കെ നോക്കിയേ, ഒക്കത്തിന് ഞാൻ ഇതിട്ട് കൊടുത്തു, മണ്ണിട്ട് കൊടുത്തു എല്ലാത്തിനും. പിന്നെ ഈ തെങ്ങിൻ്റെ കടയൊക്കെ ചെത്തി വെടുപ്പാക്കി അവിടെ കൊള്ളിക്ക് മണ്ണിട്ടു. ഈ തെങ്ങിൻ്റെ കടയ്ക്ക് കുറച്ച് പയർ നടാന്ന് വിചാരിച്ചു. കാട് പിടിച്ച് കിടക്കല്ലേ ഒക്കെ. അന്ന് കൂർക്ക നട്ടുട്ടാ. പിന്നെ കൂർക്ക നട്ടത് ആളുകളോട് പറഞ്ഞില്ലേ നമ്മൾ? ഇല്ലല്ലേ, പറഞ്ഞില്ലേ അല്ലേ? ബാക്കിയുള്ള കൂർക്ക നട്ടു. അപ്പോൾ സരിത എനിക്ക് ഇവിടെ കളിക്കുമ്പോൾ നമുക്ക് അറിയാലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളും കുറെ സാധനങ്ങളും കൊണ്ടുവന്നേക്കാം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവരാം, ഇവിടെ നിന്ന് കഴിക്കാം. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണം. അതാണല്ലോ ശീലം. അത് അല്ലെങ്കിൽ പിന്നെ ഇതിന് അങ്ങോട്ട് ഓടി നടക്കേണ്ടി വരും അല്ലേ? ഇവിടെ കളിക്കുന്നു, അവിടെ പലഹാരം ഉണ്ടാക്കുന്നു, അവിടെ പലഹാരം ഉണ്ടാക്കുന്നു, ഇവിടെ കളിക്കുന്നു. അത് രണ്ടും മാറി മാറി എടുക്കണ്ടേ? അപ്പോൾ പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ അവിടെ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ കണ്ടമാനം മറ്റേ ഈ സാധനം ഉണ്ട്, പടർന്നുണ്ട്. ഇത് മധുരക്കിഴങ്ങില്ലേ, ഈ അറേബ്യൻ മധുരക്കിഴങ്ങ്. അതാകെ പടർന്ന് കാട് പോലെ. അപ്പോൾ അത് പറിച്ച് സരിത പറഞ്ഞേ ഈ തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്കൊക്കെ മുഴുവൻ അതാക്കിയൂടെ എന്ന് പറഞ്ഞു എന്നോട് കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ച അത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പൊ എല്ലാ തെങ്ങിന്റെ കടക്കിൽ അതാവുമ്പോ നല്ല ഭംഗിയാവില്ലേ എല്ലായിടത്തും കാണാൻ? അതാ ഉദ്ദേശിച്ചേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോവാണോ? ഞാൻ അല്ല അത് നടന്നില്ല. ഞാൻ നമ്മുടെ ഈ പയറില്ലേ, ഈ പയറ് ഞങ്ങട് നടക്കാല. ചോളം നട്ടിട്ടില്ലേട്ടാ. അതേ ചോളത്തിന്റെ വിത്ത് അത് നാളെ നടാൻ വെച്ചിട്ടാ. പിന്നെ ഈ പയറില്ലേ നമ്മുടെ മറ്റേ പയറ്, ഇത് പച്ച പയറാണ് കേട്ടാ, പച്ച കുറ്റിപ്പയർ. അത് നടാൻ വെച്ചു. തെങ്ങിനാണെങ്കിൽ ഒരു മറ്റേ സാധനം കിട്ടില്ല. എന്നിട്ട് തെങ്ങിൻ്റെ ഇടയ്ക്ക് പയർ നട്ട് കഴിഞ്ഞാൽ നൈട്രേറ്റ് കിട്ടില്ല, നൈട്രജൻ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പയർ കിട്ടണ്ടേ? തെങ്ങിന് നൈട്രേറ്റ് കിട്ടിയാ മതിയാ? തെങ്ങിന് അങ്ങനെ കിട്ടൊന്നുമില്ല. തെങ്ങിനൊക്കെ കിട്ടി കുറച്ച്. ചേട്ടനാ നേരെ ആ പയറും വിത്ത് വേറെ സ്ഥലത്ത് തടങ്ങൂര് നട്ട് നമുക്ക് പയർ. അല്ല, ഇതിപ്പോ വെറുതെ കിടക്കണതല്ലേ. അതാ പറഞ്ഞേ. അതായത് ആർക്കും ഉപകാരമില്ലാത്ത ഇതുകള്. അതിനെ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ കള തുടങ്ങണു. ജഗ്ഗുനാണെങ്കിൽ ഇന്നേ അപ്രതീക്ഷിതമായിട്ട് എന്തുട്ടാ SPC ഇടുക. അല്ല, ജഗ്ഗുന് SPC 10ാം ക്ലാസ്സുകാർക്ക് SPC കഴിഞ്ഞല്ലേ? കഴിഞ്ഞതാ, പാസിംഗ് ഔട്ടൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഈ ഒരാഴ്ച മുഴുവൻ അവർക്ക് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലാ. അവിടെ ഉണ്ട് 2 മണി മുതൽ 5 മണി വരെ ട്രെയിനിങ് ഉണ്ട്. അപ്പോ പോലീസുകാരൻ അവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. 5 മണിക്ക് ഇവിടെ ഇപ്പൊ ദേ പോകുന്നുണ്ട് എന്നിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് 5:40 സ്കൂളിലെത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 6 മണിക്കാവും. പിന്നെ അമ്മയുണ്ട് കേട്ടോ വീട്ടില്. ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യാണ്ട് വന്നിട്ടുണ്ടെന്ന്. അച്ഛനുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ. അച്ഛൻ അമ്മേനെ സരിത മര്യാദയ്ക്ക് നോക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാരപ്രവർത്തിയില് ഇടയ്ക്കിടയ്ക്ക് ആള് ഒരു ഉണ്ണിയപ്പം കൊണ്ടുവരുന്ന ഭാവേനെ അതെ അങ്ങനെയാണ്ട് വരും കേട്ടോ. എന്റെ അച്ഛൻ എന്നെ അറിയാം, അങ്ങനെ അമ്മേനെ നോക്കാണ്ടിരിക്കോ അങ്ങനെയൊന്നും. അച്ഛൻ അതൊക്കെ അറിയാം എന്നെ കുറിച്ച്. ഞാൻ അത് ഉണ്ടാക്കട്ടെ എന്നുവെച്ചാ? നീ ഉണ്ടാക്കിക്കോ. അപ്പൊ ഞാൻ ഇത് കളക്കട്ടെ. ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തിട്ടാന്നറിയോ, ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്. അത് മറ്റേ പുല്ലില്ലേ റാഗി, അതിൻ്റെ സേമിയ, അതുകൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ഇത് നമ്മുടെ കുമാരിയേച്ചി വരുമ്പോൾ തെങ്കാശിയിൽ നിന്നാണ് കുറേ കൊണ്ടുവരാം ആൾ. എനിക്കും കൂടി ഉള്ളത് കൊണ്ടുവരും. അപ്പം ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ണംകുളങ്ങരന്ന് 2 പാക്കറ്റ് എടുത്തിട്ട് പോന്നതാ. പക്ഷെ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മയാണ് എനിക്ക് എടുത്തത്. അമ്മയും ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല. ഇപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നോക്കിയപ്പോഴാണ് മനസ്സിലായി കൊണ്ടുവന്നതിൽ ഒരെണ്ണം റാഗിയുടെയും ഒരെണ്ണം ഗോതമ്പിൻ്റെയും ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. കാരണം ഒരു പാക്കറ്റ് മാത്രം ഉണ്ടാക്കിയാൽ തികയില്ലേ, 2 പാക്കറ്റ് ഉണ്ടാക്കിയാലേ തികയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി ചേർത്തിട്ട് കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഗോതമ്പും പുല്ലും കൂടി ചേർത്തിട്ടുള്ള ഈ ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത് എന്നിട്ടെന്നറിയോ, ഇത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ പാക്കറ്റ് പൊട്ടിക്കണം. പാക്കറ്റ് പൊട്ടിച്ചിട്ട് നല്ല വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ടാട്ടോ ഞാൻ കൊണ്ടുവന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിൽ ഉപ്പ് പിടിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇത് ഇടുക നേരെ. അടുത്ത പാക്കറ്റ് പൊട്ടിച്ചു, അതും ഇതിലേക്ക് ഇടാണ് കേട്ടോ ചേട്ടാ. ഇത് രണ്ടും കൂട്ടി ചേർത്തിട്ടാ ഞാൻ ഉണ്ടാക്കാൻ പോണേ. എന്തിട്ടുണ്ടാവും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ലോഡ് ഉണ്ടാവില്ലോ, നമ്മൾ കുറെ പേരില്ലേ കഴിക്കാൻ. ഈ വെള്ളത്തിൽ ഇതിങ്ങനെ മുക്കി വെക്കാട്ടാ. ഇതൊരു 5 മിനിറ്റ് സമയമാണ് കുതിർത്താൻ വെക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞത് നേരെ ഊറ്റിയിട്ട് നമുക്ക് ആവിമ ഒരു 5 മിനിറ്റ് വേവിക്കണം. അപ്പോൾ ആവിമ വേവിക്കാനുള്ള പാത്രമൊക്കെ അതേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആവിമ വേവിക്കണം നമുക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി വെക്കാം. ചേട്ടാ, അച്ഛൻ അവിടെ നേരം പോവാണ്ട് ജഗ്ഗൂല്ലല്ലോ, നേരം പോവാണ്ട് അവിടെ നിൽക്കുന്ന സിറ്റൗട്ടിൽ അച്ഛനെ ആ കൂടാരം കാണിച്ചു കൊടുത്തെങ്കിലേ അതിനെ നേരെയാക്കാനുള്ള മാർഗം അച്ഛൻ പറഞ്ഞുതരും. നേരം പോവാൻ അമ്മില്ലേ? അതാണോ ഞാൻ പറഞ്ഞ വിഷയം? അതല്ല, നേരം പോവാണ്ട് അവിടെ നടക്കാന്ന് പറഞ്ഞില്ലേ? നേരം പോവാണ്ട് നടന്നോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്തുട്ടാ, പോയിന്റ് എന്തായിരുന്നു? അത് ഞാൻ കേട്ടു. അപ്പൊ അതിന്റെ മറുപടി പറയും. അതിന്റെ മറുപടി അത് നിനക്ക് നീ തന്നെ പറയുന്നില്ലേ, അച്ഛനെ കൊണ്ട് നോക്കിപ്പിക്കായിരുന്നു. എന്റെ സമ്മതം കിട്ടിയാൽ മാത്രം നോക്കാൻ പാടില്ല. അച്ഛന് വന്നിട്ട് ഇങ്ങനെ കോളായിരുന്നു നോക്കിയൂടെ? മോളെ വീട്ടിൽ വരുമ്പോ അവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ ഇതുണ്ടെന്ന് നോക്കിച്ചൂടെ? കൂടാരത്തിന് ഇങ്ങനത്തെ ഒരു പോരായ്മ ഉണ്ടെന്ന് അച്ഛനെ അറിയാം. അച്ഛന് ജ്ഞാനദൃഷ്ടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. നമ്മുടെ വീഡിയോ കാണണം. അച്ഛനോട് പറയും വീഡിയോ കാണണം പറയും. ഞാനിപ്പോ എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ 4 കുറ്റം പറയാൻ വന്നത്. ഈ വെള്ളം ഊറ്റി കളയാൻ പോവാണ് കേട്ടാ. 5 മിനിറ്റ് ആയി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് അധികം സമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുതിർന്നു പോവും. ഊറ്റാനായിട്ടുള്ള മറ്റേ കയ്യിലില്ലേ, അരിപ്പ കയ്യില്, അത് എടുക്കാം. ഞാൻ മറന്നു. ഞാൻ അവിടെ വരെ പോകണ്ടേ. അവിടെ വരെ പോയിട്ട് വരുമ്പോൾ 10 മിനിറ്റ് ആവും. അപ്പോഴേക്കും ഇത് പിന്നെ ഊറ്റേണ്ടി വരില്ല. ഇത് കുഴച്ച് വല്ല അടയാ വല്ലതെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഊറ്റി. ഇത് കണക്ട് ചെയ്തിട്ടില്ലേ? ഇനി അതില മധുരക്കിഴങ്ങ് കുത്തി കൊടുക്കും. വേണ്ട, മധുരക്കിഴങ്ങ് പൊട്ടിച്ചാണ് നടാൻ വെച്ചു. ഈ വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുള്ള ഈ സ്റ്റീമറില്ലേ, അതിലേക്ക് നമ്മൾ ഇത് ഇടാണ് കേട്ടാ. 2 കളറ് അതല്ല പറഞ്ഞ ഉപ്പുമാവ് 2 കളർ, മറ്റേ വീറ്റും റാഗിയും ഉണ്ടെന്ന് കേട്ടില്ലേ? പണ്ടത്തെ സ്കൂളിൽ നിന്ന് വരുമ്പോ ഗോതമ്പ് ഉപ്പുമാവിന്റെ മണം വരുന്നു. അങ്ങനെ പറയരുത്. അതിനുണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പളേക്ക് എങ്ങനെയാ മണം വന്നേ? അതിന്റെ മണം വരുന്നറിയാം. അത് വെള്ളത്തിൽ കുതിർത്തുമ്പോൾ തന്നെ അറിയാം. നമുക്ക് പണ്ട് ഗോതമ്പ് ഒരു കഴുകും സ്കൂളിലേ, ഉപ്പുമാവിനുള്ള ഉച്ചയ്ക്കുള്ള ആ സാധനം ഗോതമ്പ് അവിടെ കഴുകുമ്പോൾ ഈ മണം വരും. ആ മണം തന്നെയാണ് അതിന് ശരിക്കും. അപ്പോൾ ഒറിജിനൽ ഗോതമ്പ് പോലത്തെ മണം തന്നെ അല്ല. ഓണാക്കിട്ടോ. അമ്മയ്ക്ക് 2 ദിവസമായിട്ട് വേദനയുടെ മരുന്ന് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടൊന്നും യാതൊരു കുറവില്ല. ആ കാലൊന്നും നിലത്തൂത്താൻ പറ്റണില്ല. അപ്പം നമ്മൾ ബിനുവിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാം നാളെ. ഞാൻ ബിനുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നമ്മുടെ വീഡിയോ കണ്ടിട്ടേ, വീഡിയോയിൽ അമ്മയ്ക്ക് ഈ കാലുവേദന എന്ന് പറയണ കേട്ടില്ല. അപ്പോൾ ശ്രീദേവി ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാറ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മർമ്മം കറക്റ്റ് ചെയ്യുന്ന ആളുകൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ കളരി ഗുരുക്കൾ അതുപോലെ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ മർമ്മം കറക്റ്റ് ചെയ്യണം. എന്നിട്ട് വേറൊരു കഷായം, സഹജരാതി കഷായം അങ്ങനെ എന്തോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ആദ്യം മുരിങ്ങയിലയും കല്ലുപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് സഹിക്കാവുന്ന ചൂടിൽ ആ കാല ഇറക്കി വെക്കണം. അയ്യോ, അങ്ങനെ. ഞാൻ വേറെ കാര്യമാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യമായിരുന്നു. എന്നിട്ട് കാലമ്മയുടെ മുക്കി വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ മുറിവെണ്ണ അത് എടുത്തു കഴിഞ്ഞിട്ട് മുറിവെണ്ണ പുരട്ടി തടവുക. അങ്ങനെ ചെയ്യാനാ പറഞ്ഞേക്കണം.
ചെയ്തിട്ട് പിന്നെ ഈ കഷായം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുളികയും പറഞ്ഞിട്ടുണ്ട്. ആ ഗുളിക കഷായത്തിൽ അങ്ങനെ അരിയിച്ചിട്ട് കഷായം കുടിക്കണം. കാരണം ഇപ്പോൾ എക്സ്റേ എടുത്തതിൽ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല, ഡിസ്കിന് കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വലത്തെ കാല് മൊത്തം വേദന, കാല് നിലത്ത് കൂത്താൻ പറ്റുള്ളൂ. എന്തിട്ട വേദന എന്ന് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് കാലത്ത് എണീറ്റപ്പോൾ ഒരു വേദന വന്നതാണ്. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എല്ലിനൊന്നും പറ്റിയതൊന്നുമല്ല, നീര അങ്ങനെയൊന്നും തന്നെയില്ല. നീർക്കെട്ടിൻ്റെ ആവാം. പിന്നെ ഇനി ബിനുവിൻ്റെ അവിടെ വിളിച്ച ആളോടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ നാളെ ആളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മരുന്ന് വെച്ച് കെട്ടണം. അപ്പോൾ നീർക്കെട്ടൊക്കെ ആണെങ്കിൽ ഒരുമാതിരി ആ മരുന്ന് വെച്ച് കെട്ടണതിൽ പൊയ്ക്കോളും. കഴിഞ്ഞ അതിൻ്റെ തെങ്ങിൻ്റെ തടം അടിപൊളിയാക്കി. അതിനെന്തിനാ കത്രിക? ആ സാധനം വാ ഇതിപ്പോ കുറച്ച് സമയം പിടിക്കും. ഇതൊരു 5 മിനിറ്റ്. ഇതിലേക്കുള്ള സാധനം ഞാൻ അരിയട്ടെ അപ്പോഴേക്കും. പറ്റാ, അത് കഴിഞ്ഞിട്ട് മതി. കണ്ടാ നോക്കിയേ, നമ്മുടെ തെങ്ങിൻ്റെ ഇടം അടിപൊളിയല്ലേ, വൃത്തിയേടെ കിടന്ന സ്ഥലമാണ്. കണ്ടാ ഇവിടെ നോക്കിയാൽ നിറച്ചാണ് നമ്മുടെ ഈ സാധനം. അറേബ്യൻ ഒരാൾ അറിയില്ല, നമ്മുടെ തങ്കാൻ്റെ കൊണ്ടിട്ടുള്ളതാ. ഇത് നോക്കിയാൽ നമ്മുടെ അന്നത്തെ ഇതാണ് നമ്മുടെ പുതിന ഒക്കെ കൂമ്പെടുത്തു. പുല്ലെന്നാലും ഇതാണ്ട പുല്ല് പറയണുള്ളോ അപ്പോഴേക്കും അല്ല പൊന്തണുള്ളോ അപ്പോഴേക്കും പുല്ലിൻ്റെ ഇടയിൽ നിറയും. ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം ഇട്ടിട്ട് ഷീറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഷീറ്റ് വാങ്ങിക്കാനൊന്നും പോയില്ല, മഴയല്ല. ഇവിടെ ഇപ്പം എന്തുടുത്താങ്ങി ചെയ്യാൻ പറ്റാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടാ. ആദ്യം തന്നെ വല്ല സാധനം കൊണ്ട് അവിടെ നിന്ന് തട്ടിട്ടാ. അല്ല ഈ സൈഡിൽ പോയി കൈയിടാണ്ട്. അല്ല ഈ സൈഡിലില്ല ഒന്നും. ഇഷ്ടം പോലെ ചേട്ടാ. ഈ വള്ളി വേണ്ടവർക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അയച്ചു തരാൻ പറ്റില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റും ഈ സാധനം. ഇതൊരു ചീരിയും കൂടിയിട്ടാന്ന് പറഞ്ഞു ആളുകൾ പറഞ്ഞില്ലേ. ഇതിൻ്റെ ഇല വയ്ക്കാന്ന് പറഞ്ഞില്ലേ, കൂട്ടാൻ തോരൻ വെക്കാൻ തോന്നുന്നുണ്ട്. ഇഷ്ടം പോലെ നോക്കി പടർന്നങ്ങോട്ട് പോണ. നല്ല കാലാവസ്ഥ അല്ലേ. നമുക്ക് കൊതിയാവും ഈ കാലാവസ്ഥയോട്, പ്രണയം തോന്നും ഈ കാലാവസ്ഥയോട്. അതാണ് ഈ കാലാവസ്ഥയുടെ പ്രത്യേകത. വല്ല ട്രീ ഹൗസ് പോലത്തെയൊക്കെ വേണം ഇവിടെ. അങ്ങനത്തെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക അല്ലേ. എന്തൊന്നും മിണ്ടാത്ത അത് പറഞ്ഞപ്പോ ഒന്നും മിണ്ടില്ലല്ലോ. ഇനി ഇത് വെട്ടായിരിക്കല്ലേ, കഷ്ണങ്ങളാക്കണ്ട. അത് കൈ കൊണ്ടല്ലേ വെട്ടണേ. ഞാൻ പറഞ്ഞത് ചെവി കൊണ്ട് കേട്ടിട്ട് മറുപടി വായ കൊണ്ട് പറഞ്ഞപ്പോ ഞാൻ പോവാ. അപ്പൊ ഇത് കഷ്ണങ്ങളാക്കട്ടെ. മധുരക്കിഴങ്ങ് മയവും പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പണ്ട് കാലത്ത് ആളുകൾ തള്ളി കളഞ്ഞോടുന്നതാ. തേങ്ങ മധുരക്കിഴങ്ങ് കഴിച്ചാൽ ഷുഗർ കൂടും, തേങ്ങ കൂടുന്നു. ഇപ്പം ഇതിൻ്റെ മെയിൻ മരുന്നായി സരിതാ, ഷുഗറിൻ്റെ മെയിൻ മരുന്നായി മധുരക്കിഴങ്ങ്. മരുന്നല്ല, ഷുഗറുള്ളവർക്ക് കഴിക്കാം അല്ലേ. ചെറുേട്ടൻ മധുരക്കിഴങ്ങില്ലാത്തൊരു സാധനം ഇല്ല. ചെറുേട്ടൻ എല്ലാ സാധനത്തിലും മധുരക്കിഴങ്ങാ. നിനക്കേ അന്ന് മഴക്കാലത്ത് അത് ഒരു സാധനം ചെയ്തില്ലേ നമ്മൾ. നോക്കി ഞാൻ കാണിച്ചു തരണ. നോക്കിയാ അങ്ങോട്ട് വാ നോക്ക്. നമ്മുടെ കോവക്കായ നോക്കിയാ കയറി പോണ പോക്ക് നോക്കിയേ. ചേട്ടൻ അന്ന് അത് കെട്ടി കൊടുത്തപ്പോ ഞാൻ ചോദിച്ചു എന്തിനു ഇത്ര നേരത്തെ കെട്ടി കൊടുക്കണേന്ന്. പക്ഷെ നന്നായി. പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ലേ മഴ കൊണ്ട്. അപ്പോഴേ വളർച്ച ഉണ്ടോ അവൻ്റെ, നല്ല വളർച്ചയില്ല. എത്രയും മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ പുല്ലിയെത്തി വൃത്തിയാക്കി കഴിഞ്ഞാൽ സൂപ്പറായി. പൊതുമെ പെട്ടെന്ന് തന്നെ കോവക്കായ ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസത്തിനുള്ളിൽ കോവക്കായ ഉണ്ടാവും. കോവക്കായ അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ഇടയ്ക്കിൽ ഈ സാധനം നടണം കേട്ടോ. ഇതവിടെ ഇവിടെ നട്ടാൽ മതി. കുറച്ച് ആളുകളിൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് മുഴുവൻ നിറയും ഈ സാധനം. നല്ല മണ്ണിളക്കുള്ള കാരണം കടയ്ക്ക് അടിപൊളിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇതിന് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെ അതവിടെ വെന്തുകൊണ്ടിരിക്കണു കേട്ടാ. ആക്കണ പോലെ തന്നെ കടുക് പൊട്ടിച്ച് ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ എല്ലാം കൂടി വഴറ്റിയിടുക വേണ്ട കേട്ടാ. അപ്പം അതിലേക്കുള്ള സബോളയാണ് ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞാ നടല്? അത് നടന്നു കഴിഞ്ഞു. പയറിന് മണ്ണിടണം. ഈ സൈഡിനെ വൃത്തിയാക്കി കഴിഞ്ഞാലേ ഞാൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണപ്പയറാണ് കേട്ടോ. ഓണപ്പയർ അതിന് മണ്ണിട്ട് കൊടുക്കണം. വളം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് വളം ഇട്ട് കൊടുക്കണ്ടില്ല. ഇടയിലിടയിൽ ഓരോ പുല്ലുകളുണ്ട്, അത് കയ്യോടെ കളയണം മാത്രം.
ഞാനേ വീട്ടിലേക്ക് പോയതാ. അച്ഛൻ പൂവെന്ന് പറഞ്ഞാൽ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അച്ഛൻ പറഞ്ഞു പോണില്ലാന്ന്. നാളെ അമ്മേനെ ബിന്നുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ അച്ഛനും കൂടി ഇവിടെ ഉള്ളതല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മരേക്ക് പൂവണ്ട, ഡ്രസ്സ് മാറിയിടുന്നു. അപ്പൊ അച്ഛന് പോയേ പറ്റൂ. പക്ഷെ ഇപ്പൊ അച്ഛൻ പറഞ്ഞു പോണില്ലെന്ന്. അപ്പൊ അച്ഛന് മുണ്ട് മാറെടുത്ത് കൊടുക്കാൻ പോയതാ ഞാൻ. അതിൻ്റെ ഒപ്പം നമ്മുടെ കൂടാരൊന്നും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അച്ഛൻ എന്തെങ്കിലും ഐഡിയ വരുമോ നോക്കാം. അപ്പൊ ഇതിലേക്ക് ഇഞ്ചേരിയാണ് കേട്ടാ. ആ അല്ല, അച്ഛന് ഇന്ന് പോണില്ല എന്ന് പറഞ്ഞതാ. കുന്തുവിനെ വിളിച്ച് പറഞ്ഞൊന്നും വരുന്നില്ലാന്ന്. മതി. എന്തേ? ഒന്നുമില്ല ചേട്ടാ. ചേട്ടനല്ല പറഞ്ഞ നല്ല കാലാവസ്ഥ, പ്രണയം തോന്നുന്ന കാലാവസ്ഥ. അതെ. അപ്പൊ നമുക്കൊരു രണ്ടുപേര് കൂടിയിട്ട് ഒരു പ്രണയഗാനം പാടാം. പ്രണയം തോന്നുന്നല്ല പറഞ്ഞത്, ഒരു ഡ്യുവറ്റ്. ഓരോ സാധനങ്ങൾക്ക് ഓരോന്നിനോട് പ്രണയം തോന്നുന്ന പറഞ്ഞത്. ഇതിപ്പോ ഈ ഗ്യാസും കുറ്റിക്ക് അടുപ്പിനോട് പ്രണയം, ഈ മാവിന് മറ്റേ ചിലപ്പോ ഈ വേറെ സാധനങ്ങളോട് ഈ സൂര്യനോട് പ്രണയം. അങ്ങനെ എല്ലാത്തിലും എല്ലാ ഇതെന്തൊരു സാധനം പൊട്ടി വീഴുണ്ട് മോളിന്ന്. ജഗന്നാഥൻ വരുന്നുണ്ടല്ലോ, വിശന്ന് തളർന്ന്. ഉപ്പുമാവ് വരണേ ബെസ്റ്റ് സാധനമാണ്. ദിപ്പുണ്ടാക്കിയരാം. എങ്ങനെയുണ്ടായിരുന്നു ഇത്? മറ്റേ അല്ല ഡ്യൂയറ്റ് എങ്ങനെയുണ്ടായിരുന്നു മറ്റേ സാധനം? അതെ, ട്രെയിനിങ് അതെ. വല്ല മറ്റേ അല്ല, നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ ഇനി നിങ്ങൾക്ക് എന്തുട്ടാ പരിപാടി? അതന്നെ വീണ്ടും ജീവിക്കുക. എത്ര ദിവസം? 5 ദിവസം. നിങ്ങൾ സൂപ്പർ സീനിയേഴ്സ് മാത്രമായിരുന്നു അതെ എല്ലാ പിള്ളേരും ഉണ്ടോ? 9ാം ക്ലാസ് കുറച്ച് പേര്, 30 പേര് ടോട്ടൽ. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സി ആയിരുന്നു. ഒപ്പം ക്യാമ്പിലെത്തിയ അവിടുത്തെ രാമറപുരത്തെ ക്യാമ്പിലെത്തിയ അറിയില്ലല്ലോ, ഇവർക്ക് അറിയില്ലല്ലോ. അതിനാ അത്ര ശരി. എന്താ വിശന്നിട്ടാണോ വരുന്നേ? എന്നിട്ട് പറയാ അവിടെ വില തിന്നാൻ തന്നാ പരിപാടി ചായ. അതാണ് പാർട്ടി മീറ്റിംഗ്. ദിനേശ് ബീഡി ഉണ്ടായിരുന്ന അത് വെറുതെ പറഞ്ഞ അന്ന് നിങ്ങൾ പങ്കെടുത്തവര് അവരൊക്കെ പരിചയം പുതുക്കായിരുന്നു. പരിചയം പുതുക്കാല്ലേ മൊത്തല്ലേ? അയ്യോ എന്തോരം വെളിച്ചെണ്ണ ചോദിച്ചാ ഞാൻ കണ്ടു. അമ്മാമ എനിക്ക് വന്നിരുന്നല്ല, അച്ചാച്ച എടുത്തു കൊണ്ടുവന്ന് ഇരുത്തിയതാ. ഞാൻ കണ്ടു. ഞാൻ അർത്ഥങ്ങോട്ട് പോയപ്പോ അമ്മാമ്മക്ക് ഇത്തിരി കാറ്റും വെളിച്ചൊക്കെ കൊള്ളണം എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടൊരു ഞായറാഴ്ച മൊത്തം വീട്ടിലിരുന്നില്ലേ. വാവയാണ്, പ്രയാഗിയാണ് അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു, ഓരോന്നൊക്കെ ചെയ്തു കൊടുത്തു. അടിപൊളി. എന്നിട്ട് ക്ലേ വെച്ചിട്ടൊന്നല്ല, ശരിക്കുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു. അവള് കസേരയിട്ട് കേറുന്നു. അമ്മ ഇരുന്നു അവിടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു വെള്ളം വെക്കാനും ഒക്കെ. മറ്റേ ഇൻഡക്ഷൻ അടുപ്പില്ലേ, കടുക് പൊട്ടും. അല്ല കടുക് പൊട്ടില്ല, ചൂടായി കണ്ടാ. മുഖം കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ സബോള അരിഞ്ഞതും. അതേ നീ പാൻറ് നീ തെറ്റിട്ടിട്ട് പോയാ. ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇടൂല്ലേ? ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേട്ടാ. ഇഞ്ചി സബോള പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ഇട്ടു. ഇതിലേക്കുള്ള ഉപ്പിടണു കേട്ടാ. അപ്പൊ നമ്മള് ഈ ആവിമ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് അതന്നെ. ഇത് 2 കളറായി പോയിട്ടാ. 2 കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഗോതമ്പ്, ഒരെണ്ണം റാഗി ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതേ ഞാൻ കണ്ണകുളങ്ങരന്ന് എടുത്തോണ്ടിരുമ്പോ ശ്രദ്ധിച്ചില്ലടാ. വെള്ളയില്ല, മഞ്ഞയും ഇത് മാത്രമേ ഉള്ളൂ. എന്തൊരു സുഖം. കല്യാണരാമനില് ഇന്നസെന്റ് നാടണ പോലെ ഉണ്ട്. ഈ ജനമീ വിഷാദഭൂമിയാകെ മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പൂ സഖി. നിലാവോ നീർമുത്തു നീറുമൻ ജീവനിൽ
കുളിരുമാ ഇനി വരൂ അയ്യോ തെറ്റി വരൂ നീ വരൂ കാവ്യ ദേവതേ നീലയാമിനി തീരഭൂമിയിൽ നീലയാമിനി തീരഭൂമിയിൽ കഴിക്കാറായാ? കഴിക്കാറൊന്നായിട്ടില്ല, ഞാൻ വെറുതെ കുറച്ച് റഷ് ചെയ്യാനായിട്ട് വന്നതല്ലേ. ആണോ? എൻ്റെ തൊണ്ട ശരിയില്ലേ, പാട്ട് പാടി ശരിയായിട്ടില്ലേ, തൊണ്ട ശരി വരുന്നില്ലല്ലോ. കണ്ട ഉപ്പുമാവ് സെറ്റായില്ലേ? ഓ നല്ല ഭംഗിയുള്ള ഉപ്പുമാവ് കേട്ടാ, എന്ത് രസമായുള്ള ഉപ്പുമാവാ. കഴിച്ചു നോക്കിട്ട് കാണുമ്പോ തന്നെ കൊതിയാവും നമുക്ക്. എന്നാ കഴിക്കൂ. ഞാനേ ഉപ്പുമാവ് തിന്നാൻ തീരുമാനിച്ചു. ഇരുട്ടായി തുടങ്ങി. അപ്പൊ സരിതര അച്ഛനും അമ്മയ്ക്കും ഉപ്പുമാവ് കൊണ്ടേ കിടക്കണം. കുറച്ച് മതി. എത്ര മതിയാ? കേട്ടോ, കുറച്ച് മതി. മതി 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 മതി. ഞാനിപ്പോ എനിക്ക് ഭയങ്കര സ്പൂണുകൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്പൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടത്. ഇത് എനിക്കും നല്ല ഇഷ്ടം തന്നെയാട്ടാ. എന്നിട്ട് പിന്നെ നമ്മളിത് ഫസ്റ്റത്തെ വട്ടം വീഡിയോ ഇട്ടപ്പോ നീ ഞാനിരുന്നോ? ആ ടീസ്പൂൺ വേണ്ടേ? എനിക്ക് ടീസ്പൂൺ കിട്ടി. ഞാനും ഇത്തിരി എടുക്കുന്നുണ്ട് കേട്ടാ. ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ നമുക്കിത് പണ്ടേ തൊട്ട് കുമാരിച്ച് കൊണ്ടുവരാറുണ്ട് കേട്ടാ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവരുള്ളൂ, 5-6 പാക്കറ്റൊക്കെ. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് പിന്നത്തെ വട്ടം കുമാരിച്ചി വരുമ്പോഴാണ് പിന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ഈ പുല്ലിൻ്റെ സേമിയ വാങ്ങിച്ചോണമെന്നു. എന്നിട്ട് ഇത് വെള്ളത്തിൽ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണമല്ലോ. വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട വശം തന്നെ ഈ വെള്ളം മുഴുവൻ ചുവപ്പ് കളറായി. ഇത് കോരിയെടുത്തപ്പോൾ ഇത് വെള്ള കളറായി. അപ്പോൾ ഇത് പുല്ലൊന്നല്ല, വേറെ എന്തോ സാധനം. പിന്നെ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ഈ സാധനമില്ല, അനിൽ തമിഴ്നാട്ടിലെ ഈ കമ്പനിയുടെ ആമസോണിൽ കിട്ടുന്നു. എന്നിട്ട് അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. അതിൽ മുഴുവൻ മണ്ണ്. സെയിം സാധനം തന്നെയായിരുന്നു, സെയിം കമ്പനി, സെയിം സാധനം, ഒരു മാറ്റം. വലിയ പാക്കറ്റാ, കുഞ്ഞ പാക്കറ്റായിട്ട് കിട്ടില്ല. വലിയ പാക്കറ്റായാലും കുഴപ്പമില്ല എന്നിട്ട് ഓർഡർ ചെയ്തു. അത്ര ടേസ്റ്റ് കഴിക്കാൻ. ഇത് കുമാരേച്ചി തെങ്കാശിന്ന് കൊണ്ടിരുന്നതാണ്. തെങ്കാശിയിൽ കുമാരേച്ചിയിൽ അവിടുത്തെ ഇഡ്ഡലിയും ഉഴുന്നുവടയില്ലേ ഭയങ്കര ടേസ്റ്റ്. അവിടുത്തെ ഉഴുന്നിന് തന്നെ പ്രത്യേകത ഉണ്ടല്ലേ. ഉഴുന്നുവടയും നമ്മളതേപോലെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. ഈ സാധനം ഭയങ്കര ടേസ്റ്റ്. ഇതിപ്പം ഗോതമ്പിന്റെ ചേർന്നാലും കുഴപ്പമില്ലല്ലോ, ഒരു ടേസ്റ്റ് കുഴപ്പമില്ല. അതെ, അവിടുന്ന് കണ്ടമാനം കൊണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം. തെങ്കാശിന്ന് ഈ സാധനം അതിന്റെ ആവശ്യമില്ലാന്ന് ആമസോണിൽ കിട്ടില്ലോ. എന്തൊരു സൗണ്ടല്ലേ മുഴുവൻ. അല്ല ഈ എന്തൊരു സൗണ്ടാന്ന് ഇതിന്റെ പറയാ, ചീവീട്. ഞാനേ അച്ഛനമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം, ജഗ്ഗുന്. എന്നിട്ട് കഴിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ചേട്ടപ്പം അങ്ങോട്ട് വരണ്ട, അത് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും ഏകനായി. ഏകാന്ത പതികൻ ഞാൻ ഏതോ വസന്തവനത്തിലെ ഏകാന്ത പതികൻ ഞാൻ. ബാക്കി പാട്. എനിക്ക് എവിടെ നിന്നെത്തിയെന്നറിയില്ല.